എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സൈക്കോളജിയിലത്തെ നമ്മുടെ സിലബസിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ അതുപോലെ രീതികൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. DELD സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏകദേശം 15ഓളം ഗവേഷണ ഉപാധികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ആത്മനിഷ്ഠാ രീതി, അതുപോലെ തന്നെ നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, അഭിമുഖം, സർവേ രീതി, ക്ലിനിക്കൽ മെത്തേഡ്, സാമൂഹിക ബന്ധപരിശോധനകൾ, പ്രക്ഷേപണ രീതി, സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖ, ചെക്ക് ലിസ്റ്റ്, ചോദ്യാവലി, റേറ്റിംഗ് സ്കെയിൽ, കേസ് സ്റ്റഡി, ക്രിയാഗവേഷണം, ഇങ്ങനെ 15ഓളം ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇതിൽ ചിലത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ആത്മനിഷ്ഠാ രീതിയാണ്, അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്നും പറയും. ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, എന്താണ് ആത്മനിഷ്ഠാ രീതി? രണ്ടാമത്തെ കാര്യം, ഇത് കൊണ്ടുവന്നത് ആരാണ്? ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ആത്മനിഷ്ഠാ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. അതിന് ഞാൻ പറഞ്ഞു ഇൻട്രോസ്പെക്ഷൻ എന്നും പറയും. അപ്പോൾ ഇൻട്രോ അല്ലെങ്കിൽ ഇൻട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻസൈഡ് എന്നുള്ള അർത്ഥമാണ്, അതായത് അകത്ത് അല്ലെങ്കിൽ ഉള്ളിൽ. ഇനി ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പരിശോധന എന്നാണ്. അപ്പോൾ എന്താണ്? ഉള്ളിൽ നടത്തുന്ന പരിശോധന, നമ്മൾ ഇൻസൈഡിൽ ഇൻസ്പെക്ഷൻ നടത്തുക. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു രീതിയുടെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ആത്മനിഷ്ഠാ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലുള്ള മാനസിക അവസ്ഥകൾ, പ്രക്രിയകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ചിന്തകളും കാര്യങ്ങളും വരുന്നുണ്ടോ ഇതൊക്കെ എന്താണ് നമ്മൾ ഒരാളോട് പറയാം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എഴുതി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത്? ആത്മനിഷ്ഠാ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എളുപ്പമാണ്. ആത്മാവിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുക എന്ന് ഓർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ എന്താണ്? ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള വേർഡ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻസൈഡ് ആണെന്നും ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ പരിശോധന, അപ്പോൾ ഉള്ളിൽ നടത്തുന്ന പരിശോധന. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് ആരാണ് കൊണ്ടുവേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്യം വൂണ്ടും അതുപോലെ തന്നെ ടിച്ച്നർ എന്ന് പറയുന്ന 2 പേരാണ് മെയിനായിട്ടും ഇത് ഉപയോഗിക്കുന്നതും ഈ രീതിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതും. ഇനി ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം വൂണ്ടാണ്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് അതാണ്. അതായത് ആദ്യമായിട്ട് ആത്മനിഷ്ഠാ രീതി ഉപയോഗിച്ചത് ആര്? വില്യം വൂണ്ട്. അതുപോലെ ഈ രീതിയുടെ വക്താക്കൾ ആരൊക്കെ? വില്യം വൂണ്ടും അതുപോലെ തന്നെ ടിച്ച്നറും. ഇതാണ് അതിൽ ഇമ്പോർട്ടൻ്റ്. അടുത്തതെന്ന് പറയുന്നത് നിരീക്ഷണ രീതിയാണ്. അത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക. അത്ര തന്നെയുള്ളൂ ആ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതാണ് എന്തെന്ന് പറയണത്? പരോക്ഷ നിരീക്ഷണം അഥവാ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ, അതുപോലെ തന്നെ ഭാഗഭാഗിത്വ നിരീക്ഷണം അഥവാ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. അപ്പോൾ അത് നമുക്ക് പറയുന്നതിൽ തന്നെ മനസ്സിലാവും അതെന്താണെന്ന്. അതായത് പരോക്ഷമായിട്ട് നിരീക്ഷിക്കുക, അതായത് ഇൻഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുക. അതായത് അവിടെ നടക്കുന്ന ഒരു കാര്യം നമ്മൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ആ നടക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല എന്തെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അതാണ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഭാഗഭാഗിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളും കൂടി അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്നത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അഥവാ ഭാഗഭാഗിത്വ നിരീക്ഷണം. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിനെ നിരീക്ഷിക്കുകയാണ്, നമ്മളും അവരുടെ ഭാഗമായി ചേർന്നുകൊണ്ട് അവിടെ നിന്ന് നിരീക്ഷിക്കുകയാണ്. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാനധികം കണ്ടിട്ടില്ല. ഇതിൽ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് മുറിയിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നിരീക്ഷണ രീതി. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തതായിട്ട് വരുന്നത് പരീക്ഷണ രീതിയാണ്. അപ്പോൾ പരീക്ഷണ രീതി എന്നുള്ള കാര്യത്തിൽ തന്നെ ഉണ്ട്. അതായത് നമ്മൾ പരീക്ഷണം ചെയ്തുകൊണ്ടാണല്ലോ ആ രീതി അപ്പോൾ ചെയ്യേണ്ടാവുക. പരീക്ഷണം എവിടെയാണ് നടത്തുക? നമ്മൾ ലാബിലാണ് നടത്തുക. അപ്പോൾ അതാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു കാര്യം. അതായത് പരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഒരു മനഃശാസ്ത്ര ലാബിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാര്യങ്ങൾ പരീക്ഷിച്ച് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അതാണ് എന്തെന്ന് പറയുന്നത്? പരീക്ഷണ രീതി എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്യം വൂണ്ടാണ് ഈ ഒരു പരീക്ഷണ രീതിക്ക് എന്താ പറയുക കൊണ്ടുവന്നിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്. 1879 അദ്ദേഹം മനഃശാസ്ത്ര ലബോറട്ടറി എവിടെ സ്ഥാപിച്ചു? ജർമ്മനിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ആ വർഷവും പഠിക്കണം, സ്ഥാപിച്ച ആളുടെ പേര് പഠിക്കണം, എവിടെ സ്ഥാപിച്ചു എന്നും പറയണം. അപ്പോൾ 1879 വില്യം വൂണ്ട് ജർമ്മനിയിൽ ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചു.
അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഭിമുഖം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, നമ്മൾ ടി വിയിലൊക്കെ കാണുന്നതാണല്ലോ അഭിമുഖം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ പറയുന്നത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് 2 അല്ലെങ്കിൽ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാഭിമുഖ സംഭാഷണമാണ് അഭിമുഖം എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ലൈനൊന്ന് വെറുതെ ഓർത്ത് വെച്ചോ, എക്സാമിന് അങ്ങനെ ഓപ്ഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൽ പറയുന്നത് 2 ടൈപ്പ് ഓഫ് എന്തുണ്ട്, ഈ പറയുന്ന ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖങ്ങളുണ്ട്. ഒന്നെന്താണ് സുഘടിതം അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് എന്ന് പറയാം. രണ്ടാമത്തേത് സുഘടിതമല്ലാത്തത്, അതായത് അൺസ്ട്രക്ചേർഡ്. സുഘടിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഓൾറെഡി നമ്മളെന്താണ് അത് ഫുള്ള് പ്ലാൻ ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് എന്ത് പറഞ്ഞത്, സുഘടിതം, കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആണ്. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ സുഘടിതമല്ലാത്തത്, അതായത് അൺസ്ട്രക്ചേർഡ് ആയിട്ട്. എന്താണ്, അതിന് പ്രത്യേകിച്ച് സ്ട്രക്ചറൊന്നുമില്ല. നമുക്ക് ആ നേരത്ത് ചോദ്യകർത്താവായിട്ടുള്ള ആൾക്ക് മറ്റയാളോട് എന്താണോ ആ നേരത്തെ ചോദിക്കാൻ തോന്നുന്നത് അതെടുത്ത് ചോദിക്കുന്നു. അയാൾ അതിനനുസരിച്ച് അയാൾക്ക് തോന്നുന്ന അപ്പം എന്താണോ തോന്നുന്നത് ആ ഉത്തരങ്ങൾ പറയുന്നു. അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്, ചോദ്യങ്ങളൊന്നും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതാണ് അൺസ്ട്രക്ചേർഡ്. അത്രേ തന്നെ ഉള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ആ 2 സുഘടിതമല്ലാത്തതെന്നുള്ള ആ 2 കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ സർവേ രീതി എന്ന് പറഞ്ഞാൽ എന്താണ് സർവേ എന്ന് നമുക്കറിയാം. നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ജനസംഖ്യ കണക്കെടുപ്പ് പോലെയുള്ള പല ആവശ്യത്തിനും വരാറുണ്ട്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ സർവേ. ഇനി നമ്മൾ സ്കൂളിലും പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് സർവേ നടത്തുക, അത് സർവേ ചെയ്യുക, ഇത് സർവേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിലും കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഗ്രൂപ്പിൽ നിന്നുള്ള വിവരശേഖരണം സാധ്യമാണ്. ഒരു സർവേ നടത്തുമ്പോൾ വലിയൊരു ഗ്രൂപ്പിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പ് അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് കണ്ടെത്താനായിട്ടും നമുക്ക് ഈ ഒരു സർവേ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കിപ്പോൾ എന്തിനെങ്കിലും കുറിച്ചുള്ള താല്പര്യം, ഇപ്പോൾ എന്താ പറയുക, മലയാള മനോരമ പത്രം യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട് എന്ന് കാണിക്കാനായിട്ട് നമുക്കൊരു പഞ്ചായത്തിലൊരു സർവേ നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര പേര് അതിനോട് ആഭിമുഖ്യമുള്ളവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഒരു ഗ്രൂപ്പിലത്തെ പഠിക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷണ രീതി പ്രയോഗിക്കാൻ സാധിക്കാത്തടത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ് സർവേ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ചോദ്യം വരാം, പരീക്ഷണ രീതി പ്രയോഗിക്കാൻ സാധിക്കാത്തടത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു രീതി എങ്ങനെയാണെന്ന്. അപ്പോൾ അത് സർവേ മെത്തേഡാണ്. അപ്പോൾ ആ പോയിന്റ് നന്നായി നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സർവേക്ക് കുറച്ച് ഘട്ടങ്ങളുണ്ട്. എന്താണ്, ആദ്യം നമ്മൾ ആസൂത്രണം ചെയ്യണം, പിന്നെ സാമ്പിൾ തിരഞ്ഞെടുക്കുക, അതായത് എവിടെയാണ് സർവേ നടത്തേണ്ടതെന്ന് തീരുമാനിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിവരശേഖരണം, അതുപോലെ തന്നെ ആ വിവരങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുന്നു, നിഗമനത്തിലെത്തുന്നു. ഇത്രയും ഒരു ഘട്ടങ്ങളുണ്ട് സർവേ എന്ന് പറയുന്ന മെത്തേഡിന്. അടുത്തതാണ് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ് ക്ലിനിക്കിൽ വെച്ച് നടക്കുന്ന എന്തോ സംഭവമാണെന്ന് മനസ്സിലായി. അപ്പോൾ ക്ലിനിക്ക് എന്തിനുള്ളതാണ്, അസുഖം വന്നവർക്കുള്ളതാണല്ലോ ക്ലിനിക്ക്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും. അതായത് മനോരോഗ ബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമാണ് ഈ ഒരു ക്ലിനിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആ പേരിൽ തന്നെ ഉണ്ട്, ക്ലിനിക്കിൽ വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, മനോരോഗ ബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്നർ വിമറാണ് ഈ ഒരു ക്ലിനിക്കൽ രീതി കണ്ടെത്തിയത്. അപ്പോൾ അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതാണ് ക്വസ്റ്റ്യൻ വരാറ്. അതായത് ക്ലിനിക്കൽ രീതി കണ്ടെത്തിയത് ആര് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പോൾ ലെറ്റ്നർ വിമർ എന്നുള്ള പേര് പ്രത്യേകം തന്നെ ഓർക്കാം. പിന്നെ അടുത്തതാണ് പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്നും പറയും. അപ്പോൾ പ്രക്ഷേപണം ചെയ്യാമെന്ന് വന്നപ്പോൾ നമ്മൾ ടി വി ഒക്കെ പ്രക്ഷേപണം നടക്കുക എന്നൊക്കെ പറയില്ലേ, ടി വിയിലൊക്കെ എന്താണ് പ്രക്ഷേപണം ചെയ്യുന്നു ഇന്ന സമയത്ത് എന്നൊക്കെ, അല്ല റേഡിയോയിലൊക്കെ പറയുമല്ലോ. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ടി വിയിൽ പ്രക്ഷേപണം ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓരോ പുറത്തിരിക്കുന്ന ആൾക്ക് എല്ലാതും കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ പ്രക്ഷേപണ രീതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ അബോധ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്ക് കാണാവുന്ന രീതിയിൽ ടി വിയിൽ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും അതുപോലെ നമ്മുടെ സ്വഭാവങ്ങളും ഒക്കെ തന്നെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രക്ഷേപണ രീതി ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾസാണ്. അതൊന്ന് റോഷ മഷിയൊപ്പ് പരീക്ഷ, അതുപോലെ തീമാറ്റിക് അപ്പെർസിപ്പേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പെർസിപ്പേഷൻ ടെസ്റ്റ്, പദസഹചരത്വ പരീക്ഷ,
വാക്യ പൂരണ പരീക്ഷ. ഇത്രയാണ്. ഇത് ഈ എല്ലാ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ റോഷ മഷിയൊപ്പ് പരീക്ഷ അല്ലെങ്കിൽ റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമ്മളൊരു പേപ്പറിൽ കുറച്ച് ഇങ്ക് ഇങ്ങനെ തൂവിയിടാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് മടക്കിയതിന് ശേഷം നിവർത്തിയിട്ട് നമ്മൾ ആ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു രൂപം പോലെയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ മഷി ആകെ പരന്നിട്ട് അത് നമ്മൾ ഈ പറഞ്ഞ മനോരോഗം ഉള്ള അല്ലെങ്കിൽ നമ്മൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് അതിൽ നിന്നും എന്താണ് തോന്നുന്നത് എന്ന് നമ്മൾ ഫിലിംസിലൊക്കെ കാണാറുണ്ട്. അതായത് ഇങ്ങനെ വികൃതമായ ചില രൂപങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് എന്താ തോന്നുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരതിൽ നിന്ന് പറയുന്ന ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് അവരുടെ മനസ്സിൻ്റെ അവസ്ഥ എന്ന്. ഇനി അടുത്തതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയുമായിരിക്കും ഒരുപാട് പേർക്ക്. വലിയ കാര്യമൊന്നുമില്ല. നമ്മളെന്താണ് ഒരു ലളിതമായിട്ടുള്ള വ്യക്തിത്വ സവിശേഷതകൾ നമുക്ക് ലളിതമായ രീതിയിൽ ശേഖരിക്കാനായിട്ട് സാധിക്കുന്നൊരു മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കുറേ പ്രസ്താവനകളുണ്ടായിരിക്കും. അത് ആ പ്രസ്താവനകൾക്ക് യെസ് ഓർ നോ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ നേരെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ജസ്റ്റ് ആൻസർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് എന്ന് പറയണത്. അതിൽ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതിൽ 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, പ്രസ്താവന രൂപത്തിലുള്ള വാചകങ്ങളാണ് നൽകുന്നത്. ഇനി വേറെ ചോദ്യാവലിയും വേറെ മെത്തേഡ്സ് വരും. അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻസിയേഷൻ ഇതാണ്. ഇതിന് പ്രസ്താവന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ യെസ് ഓർ നോ മോഡലാണ്, അതായത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നാണ് നമ്മളതിൻ്റെ ഉത്തരം കൊടുക്കേണ്ടത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം പേരുടെ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് പേരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്നത് സർവേ ആണ്. അത് വലിയൊരു ഗ്രൂപ്പിൽ നിന്നുള്ള വിവരശേഖരണം. ഇവിടെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം പേരുടെ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കുന്ന ലളിതമായിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും താങ്ക് യു. അടുത്ത ദിവസം വീണ്ടും കാണാം.